ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചാമ്പയ്ക്ക പിച്ചാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ചാമ്പയ്ക്ക നിറഞ്ഞു നിൽപ്പുണ്ട്. ഇനി നമുക്ക് പിച്ച് തുടങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയും ഞങ്ങൾ പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പിച്ചാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുലുക്കുവാണ്. കുലുക്കോ. ധാരാളം വീഴുന്നുണ്ട് കേട്ടോ. കണ്ടോ, വീഴുന്നുണ്ടോ? എന്തൊക്കെ ഒരുപാട് ഞങ്ങൾ പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഹലോ ഗൈസ്, ഇത്രയും വലിപ്പമുണ്ട് ഒരു നമ്മളെ ചാമ്പയ്ക്കയ്ക്ക്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചാമ്പയ്ക്ക എന്നാണ് പറയുന്നത്. അവിടെ എന്തുവാണെന്ന് അറിയാൻ വയ്യ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, കണ്ടോ, നല്ല ഫ്രഷ്നെസ് ആയിട്ടുള്ള കുരുണ്ട്. കുരുവൊക്കെ ചെറുതാ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴുകിയൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ കഴിക്കാം കേട്ടോ. ഞാൻ കഴുകി എടുക്കട്ടെ. അപ്പോൾ കേസ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ. ഇനി കേസ് ഈ ചാമ്പയ്ക്ക് നമ്മൾ ഉപ്പിലിടാൻ പോവാം. ഓക്കെ, നാളെ ചാമ്പയ്ക്ക മരം എനിക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ചാമ്പയ്ക്ക മരം കേട്ടോ. ഒത്തിരി മേളിൽ നിപ്പം ഉണ്ടോ, ഒന്നും വിളഞ്ഞിട്ടില്ല. അതാ കുലുക്കുമ്പോൾ തറ വീഴാത്ത കണ്ടോ. നമ്മൾ ഒരു കൊട്ട നിറയെ പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോവാണ്. ഇനി ഇത് കൊണ്ട് ഞങ്ങൾ ഉപ്പിലിടാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലതുപോലെ ഇത് കഴുകി വൃത്തിയാക്കണേ. അപ്പോൾ ഗൈസ്, കഴുകി ഇങ്ങോട്ട് മാറ്റി എടുക്കുവാണ്. കുറച്ച് ഇടുന്നുള്ളൂ, ബാക്കി ഞങ്ങൾ അപ്പുറത്തൊക്കെ കൊടുക്കാൻ വിചാരിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ചൂടുവെള്ളത്തിൽ നിറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ചൂടുവെള്ളത്തിലാണ് ഫ്രഷായിട്ട് ഇടാൻ പറ്റൂ. തണുത്ത വെള്ളത്തിലാണെങ്കിൽ ഒരു 5-6 ദിവസം പിടിക്കും. 5-6 ഒരാഴ്ച കൂടുതലോ. ചൂടുവെള്ളമാണെങ്കിൽ ദാ പറയുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ ഉപ്പിലായി കിട്ടും. കേസ് അപ്പോൾ ഉപ്പിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. മുളകൊക്കെ ഇട്ട ഉപ്പിട്ട്. ഇത് ഇന്നലെ ഉപ്പിലിട്ട നെല്ലിക്കയാണ് കണ്ടോ. ഇത് ഇന്നുപ്പിട്ട ചാമ്പയ്ക്ക, ഉപ്പിലിട്ട ചാമ്പയ്ക്കയും ഇത് ഇന്നലെ ഉപ്പിലിട്ട നെല്ലിക്ക. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉപ്പിൽ പിടിച്ച് തിന്നുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ ഗേസ്, ഇതാരും മതിയാകത്ത് ചാമ്പയ്ക്ക് മാറ്റി വെച്ചിട്ട് ഉപ്പ് പിന്നെ മുളക് പൊടി ഇട്ട് നമുക്ക് നോക്കാം. സൂപ്പർ.